ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാഗിന്റെ അൺബോക്സിംഗ് ആണ് കേട്ടോ. ഞാൻ ഈ റീസെന്റ് ആയിട്ടൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ അത് അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുമിച്ച് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാന്ന്. ഞാൻ ഒത്തിരി പ്രതീക്ഷയോട് കൂടി വാങ്ങിച്ചിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ ഇത്. എനിക്കിതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു, അറിയില്ല അത് സെർവ് ചെയ്യുമോ എന്താന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഏതായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസിലെ കണ്ടന്റ്സ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ ബാഗിന്റെ ബോക്സ് കേട്ടോ. ഇത് ഞാൻ മിന്ത്രയിൽ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു കവർ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കിയിരുന്നു, കാരണം ഈ ബാഗിൻ്റെ അകത്ത് ഇത് തന്നെയാണോ എന്നുള്ളത്. കാരണം എനിക്ക് 2 ദിവസം മുന്നേ ഇത് റിസീവ് ആയിട്ടുണ്ട്, പക്ഷെ അൺബോക്സ് ചെയ്യാനും വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് സാധനം ഇത് തന്നെയാണോ എന്ന് നോക്കിയിട്ട് അവിടെ വെച്ചതാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം എടുത്ത് നോക്കാം. ഇതാണ് നമ്മളെ ബാഗ്. ഞാൻ ഓർഡർ ചെയ്ത സാധനം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ ബാഗ്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. മിനി വെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ബാഗാണ് കേട്ടോ. നല്ലൊരു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഒരു ടോട്ട് കൈൻഡ് ഓഫ് ബാഗാണ്, കാരണം കുറച്ച് സ്പേഷ്യസ് ആണ്. നമുക്കൊരു ഹാൻഡ് ബാഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പ്രിഫർ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. കുറച്ച് വലിപ്പമുള്ള ഒരു ബാഗാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ഹാൻഡിലാണ് വരുന്നത്. നല്ല സെക്യൂർ ആയിട്ടാണ് പാക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുന്നത് ഗോൾഡൻ ചെയിനും അതുപോലെ തന്നെ ഇവിടത്തേക്ക് ഒരു ലെതറിന്റെ സ്ട്രാപ്പുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ ഇവിടെ ഈ രീതിയിലൊരു സ്ട്രാപ്പ് വരുന്നുണ്ട്. ഇങ്ങനെ പ്രസ് ബട്ടൺ വരുന്ന തരത്തിലൊരു സ്ട്രാപ്പ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഒരു മേജർ ആയിട്ട് ഒരു കമ്പാർട്ട്മെന്റ് ആണ് ഈ ബാഗിന് വരുന്നത് കേട്ടോ. ഒറ്റൊരു കമ്പാർട്ട്മെന്റ് ആണ്. കണ്ടോ, ഇതിനകത്ത് നിറയെ സാധനങ്ങൾ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ഇതൊന്ന് പുറത്തെടുത്ത് നോക്കട്ടെ. ഇതിനകത്തൊരു ലോങ് സ്ട്രാപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊരു സൈഡ് ബാഗ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിലും അങ്ങനെയും യൂസ് ചെയ്യാം. ഒരു ലോങ് സ്ട്രാപ്പും കൂടി ഉണ്ട്. അപ്പൊ ബാഗിന്റെ അകത്തുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്കൊരു ലോങ് സ്ട്രാപ്പ്, ഇങ്ങനെ ഈ ഒരു സ്ട്രാപ്പ് ഫിറ്റ് ചെയ്തിട്ട് നമുക്കൊരു സൈഡ് ബാഗ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ല നിങ്ങൾക്കൊരു ഷോർട്ട് ലെങ്ത് ആണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒരു ഷോർട്ട് ബാഗ് ആയിട്ടും യൂസ് ചെയ്യാം. ഈ രീതിയിലാണ് ഇതിൽ കമ്പാർട്ട്മെന്റ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വേറെ രീതിയിലൊരു സിബ് കൂടിയുണ്ട്. അതായത് നടുക്ക് മിഡിലായിട്ട് ഒരു സിബ് കൂടി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഈ ഒരു ബാഗ്. ഞാൻ ലാപ്ടോപ്പും കൂടിയും ക്യാരി ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇത് വാങ്ങിച്ചത്. അറിയില്ല ഇതിൻ്റെ അകത്ത് ലാപ്ടോപ്പ് കൊള്ളുമോ എന്നുള്ളത്, അതൊന്ന് ചെക്ക് ചെയ്തോ. അപ്പൊ ഇതാണ് എൻ്റെ ലാപ്ടോപ്പ്. ഇതിൻ്റെ അകത്ത് കൊള്ളുന്നുണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. കറക്റ്റ് സൈസാണ് കേട്ടോ. ലാപ്ടോപ്പ് ഇതിൻ്റെ അകത്ത് എന്താണെങ്കിലും കറക്റ്റ് സൈസാണ്. ലാപ്ടോപ്പിൻ്റെ കറക്റ്റ് സൈസാണ് കേട്ടോ. ഇത്തിരി വലിയ ലാപ്ടോപ്പ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറില്ല. അതുപോലെ തന്നെ ലാപ്ടോപ്പ് പല സൈസിലുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ഇതിന് ആപ്റ്റാണ്. ഈ ഒരു സൈസുള്ള ലാപ്ടോപ്പ് ഇതിൽ കറക്റ്റായിട്ട് കയറും കേട്ടോ. ഈ ലാപ്ടോപ്പ് ആയിരുന്നു മെയിൻ ആയിട്ടുള്ളൊരു പ്രിഫറൻസ്. അപ്പോൾ എന്തായാലും ലാപ്ടോപ്പ് ഇതിൻ്റെ അകത്ത് കൊള്ളും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കോളേജ് ബാഗൊക്കെ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഒരു ടിഫിൻ ബോക്സും അതുപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിലും എല്ലാം ഇതിൻ്റെ അകത്ത് കൊള്ളും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇത്രയും കമ്പാർട്ട്മെന്റ് കണ്ടോ, സ്പേഷ്യസ് ആണ്, വളരെ സ്പേഷ്യസ് ആണ്. ഇത്രയാണ് ഉള്ളിൽ വരുന്നത്. പിന്നെ പുറത്ത് ഒരു ചെറിയൊരു പോക്കറ്റും കൂടി വരുന്നുണ്ട്, ഒരു കുഞ്ഞി പോക്കറ്റ് കേട്ടോ. ഇത്രയാണ് ഈ ഒരു ബാഗിന്റെ ഫീച്ചേഴ്സ്. പിന്നെ ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചൊരു ബാഗാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ പറയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്തത്. ചിലർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യാൻ ഇവിടെ ഇങ്ങനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലോങ് സ്ട്രിപ്പ് ഇട്ടിട്ട് ഈ രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾ ഈ തരത്തിലുള്ള അതായത് ഷോൾഡർ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ലെങ്ത്താണ് പ്രിഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ കൺവീനിയൻ്റ് ആണ്. ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. ചില ബാഗ്സ് നമ്മൾ ആ ബാഗ് ആസച്ച് തന്നെ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. പക്ഷെ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. മെറ്റീരിയൽ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ്, എന്നിരുന്നാലും വെയിറ്റ് ഇല്ല. ഹാൻഡി ആണ് കേട്ടോ. നമുക്കാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് വാങ്ങിച്ചത് മിന്ത്രയിൽ നിന്നാണ്. ഇത് ആമസോണിലും അതുപോലെ തന്നെ
നൈക്ക ഫാഷനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ എല്ലാത്തിലും നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറഞ്ഞതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ആമസോണിലാണ് റേറ്റ് കുറഞ്ഞ് കിട്ടാറ്, പക്ഷെ ഇത്തവണ എനിക്ക് മിന്ത്രയിലാണ് റേറ്റ് കുറഞ്ഞ് കിട്ടിയത് കേട്ടോ. 1200 റേഞ്ചിലാണ് മിന്ത്രയിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആമസോണിലുണ്ട്, നൈക്ക ഫാഷനിലും ഉണ്ട്. അപ്പോൾ ലിങ്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം, ജസ്റ്റ് കയറി ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ ഒരു ബാഗ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ എന്താണെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലെങ്കിൽ ഇതുപോലെ ബാഗ് തരുന്ന ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ സജഷൻസും കമന്റ്സും എല്ലാം നമ്മൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.